ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീട്ടിലുണ്ടാവാനായിട്ട് പോകുന്ന ഒരു ചെറിയൊരു കാര്യം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു കാത്തിരിപ്പാണ് ഇവിടെ. കാത്തിരുന്ന് മുഷിയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞു ചെരുപ്പുകളെല്ലാം ഒതുക്കി വെക്കാനായിട്ട്. അനിയനും അനിയത്തിയും അമ്മയും എല്ലാവരും കൂടിയിട്ട് കസിൻസിൻ്റെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിരിക്കുകയാണ്. തിരിച്ചു വരുന്ന വഴി 2 അതിഥികളെയും കൊണ്ടാണ് അവർ വരുന്നത്. ആ 2 അതിഥികളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന 2 കുഞ്ഞി പപ്പികൾ. അപ്പോൾ ഇതിനെ ഇവിടെ വളർത്താനല്ല കേട്ടോ. ഇവിടെ വളർത്താൻ എനിക്കും അമ്മയ്ക്കും തീരെ ധൈര്യമില്ല. വീട്ടിൽ അപ്പച്ചനും ചേട്ടനും ഒന്നും നോക്കില്ല. ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇവരുടെ ഒരു മാന്ത് കിട്ടി കഴിഞ്ഞാൽ തന്നെ ഒരു 14-15 ഇഞ്ചക്ഷനെങ്കിലും വെക്കേണ്ടി വരും. അപ്പോൾ അനിയത്തിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു 2 പട്ടിക്കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. തലേദിവസം അനിയത്തി പാലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ തുറന്നു നോക്കിയപ്പോൾ അവർ കരച്ചിലൊക്കെയാണ്. പക്ഷെ ഞാൻ അടുത്തേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും തൊടലൊന്നുമില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതിനെ പട്ടികളേനെയും മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ധൈര്യമില്ലാത്ത കുറച്ച് പേരുണ്ട്. ആ ധൈര്യമില്ലാത്ത കുറച്ച് പേരിലൊരാളാണ് ഞാൻ. അനിയത്തിയുടെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എല്ലാ ദിവസവും വൈകിട്ട് തുറന്നു വിടാറുണ്ട്. അതൊന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു ദിവസം ഇതേപോലെ തുറന്നു വിട്ടിട്ട് അതിന് പിന്നെ തിരിച്ച് കിട്ടിയില്ല. അത് വീട്ടിലോട്ട് തിരിച്ചു വന്നതുമില്ല. അപ്പോൾ അത് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഈ 2 പട്ടിക്കുട്ടികളെ അനിയത്തി കൊണ്ടുവന്നത്. ഇത് അമ്മാമ്മയുടെ വീട്ടിൽ മുകളിലായിട്ട് ഒരു പട്ടി പ്രസവിച്ചിട്ട് 4-5 കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു 2 നോക്കിയിട്ട് അവർ എടുത്തു കൊണ്ടുവന്നതാണ്. അല്ലെങ്കിലും കുഞ്ഞായിരിക്കുമ്പോൾ മനുഷ്യനായാലും മൃഗങ്ങളായാലും എല്ലാവരും ക്യൂട്ടായിരിക്കും, നിഷ്കളങ്കരായിരിക്കും അല്ലേ? അപ്പോൾ ഇവരെ കാണാൻ നല്ല ക്യൂട്ടാണ്. 2 പേരും നല്ല ഉറക്കാണ്. ഇതിൽ ആ ഒരു ബ്ലാക്ക് നിറത്തിലുള്ളത് കുറച്ച് വികൃതിക്കാരനായിട്ട് തോന്നി. പിന്നെ വൈറ്റും ഒരു ലൈറ്റ് ബ്രൗൺ കളറും കൂടി ചേർന്നതാണ് അടുത്തൊരു പട്ടിക്കുട്ടി. അത് ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. അത് വന്നപ്പോൾ തൊട്ടിട്ട് ഭയങ്കര ഉറക്കായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഉഷാറായത്. അങ്ങനെ അവർ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീണ്ടും ഒന്ന് പാല് കൊടുത്തു. അപ്പോൾ ബ്ലാക്ക് നിറത്തിലുള്ള പട്ടിക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ലൈറ്റ് ബ്രൗൺ കളറിലുള്ള ആ ഒരു പട്ടിക്കുട്ടിയാണ് ഇപ്പോൾ ഉഷാറായിട്ട് നിൽക്കുന്നത്. അവനാണെങ്കിൽ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. ഇവർക്ക് പേരൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അനിയത്തി കൊണ്ടുവന്നത്. ഒരെണ്ണം ജിമ്മിയും ഒരെണ്ണം ജാക്കിയും. ഇതിലേതാണ് ജിമ്മി എന്നുള്ളത് ജാക്കി എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനാണ്. ഞാനത് മറന്നുപോയി. അപ്പോൾ ഒരാളുടെ പേര് ജിമ്മി, മറ്റേ ആളുടെ പേര് ജാക്കി. അപ്പോൾ ഇവരെ 2 പേരെയും കൊണ്ടുപോവാണ്. കാണുമ്പോഴൊക്കെ നല്ല കൗതുകമായിരിക്കും നമുക്ക് കുഞ്ഞു പട്ടിക്കുട്ടികൾ. ഇതിനെ വളർത്താനും അതിൻ്റേതായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് വേണം. അതിനുള്ള ആൾക്കാർ എൻ്റെ വീട്ടിൽ പൊതുവേ കുറവാണ്. അനിയനൊക്കെ നന്നായിട്ട് ഇഷ്ടമാണ് ഈ ഒരു പട്ടിക്കുട്ടീനെയും പൂച്ചക്കുട്ടീനെയും അങ്ങനെയുള്ളവരെ നോക്കാനായിട്ട്. പിന്നെയും എനിക്ക് നമ്മളുടെ ബേർഡ്സ് ഉണ്ടല്ലോ, ഈ ലവ് ബേർഡ്സ്, അങ്ങനത്തെ ബേർഡ്സുകൾ നോക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ വീട്ടിൽ അങ്ങനെ ആരും അതിനും സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു മെനക്കെടുമില്ലാതെ നമുക്ക് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ് ഇവര്. മീനുകളെ ഞാൻ എത്രത്തോളം വേണമെങ്കിലും ഞാൻ നോക്കും. ഒരുപാട് മീനുകളല്ല, കുറച്ച് മീനുകൾ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് മീനുകൾ. ഇത് ചേട്ടൻ്റെ വീട്ടിലത്തെ ഫിഷാണ് കേട്ടോ. ഫൈറ്ററാണ്. ഫൈറ്റർ എപ്പോഴും ഒറ്റയാനെ പോലെയാണല്ലോ കിടക്കുള്ളൂ. അതിൻ്റെ കൂടെ വേറെ ഫിഷുകളെയൊന്നും തന്നെ ഇടാൻ പറ്റില്ല. പിന്നെ ഇവിടെ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ പണ്ടൊക്കെ ഞാൻ ഫിഷ് ടാങ്കിൽ ഫിഷുകൾ ഇടുമ്പോൾ അതിൽ ഫിൽറ്ററും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിരുന്നില്ല. പിന്നെ ഗോൾഡൻ ഫിഷാണ് കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ പെട്ടെന്ന് ചത്തുപോകും. ഒരു 2 ആഴ്ച മാക്സിമം നിൽക്കുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുള്ള ഫിഷുകൾ ഗോൾഡൻ ഫിഷ് വാങ്ങിയില്ല. ബാക്കി വാങ്ങിയിട്ടുള്ള ഫിഷുകളെല്ലാം ഒരു 2 to 3 months എങ്കിലും സർവൈവ് ചെയ്തിട്ടുള്ള ഫിഷുകളാണ് കേട്ടോ. ഇപ്പോഴും വീട്ടിലെ ഫിഷ് ടാങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറച്ച് ഫിഷുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വളർത്തു ജീവികൾ. അപ്പോൾ ഇതുപോലെ പട്ടിയും പൂച്ചയും മീനുകളെയൊക്കെ വളർത്താൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.